ഹായ് ടു ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പുട്ട് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തത് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു ടൈം വരെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുട്ടിനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബെല്ലത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള ബെല്ലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബെല്ലമൊക്കെ ഒന്ന് അലിഞ്ഞ് അതുമായിട്ട് നല്ലപോലെ അങ്ങ് മിക്സായി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ അധികം ചിലവില്ലാതെ നമ്മുടെ പുട്ട് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.